ഹായ് മണ്ണ്, ചാടി കുളിക്കാം. ഏത് ഈ നീന്തലോ? എനിക്ക് മണ്ണ് വെള്ളം പോലെയാ. വെള്ളവും വെള്ളം പോലെയാ. മണ്ണ് മാത്രമുള്ള സ്ഥലത്ത് എനിക്ക് നടക്കാൻ പറ്റില്ല, മുങ്ങിപ്പോകും. പുല്ലുള്ള സ്ഥലത്തേ നടക്കാൻ പറ്റൂ. ബൈ ദ ബൈ, എന്റെ പേര് മൺകുളുകുളു ചാത്തൻ. പറ്റുമെന്നേ, എന്നെ തൊട്ടാൽ മതി. അതെ, എന്നെ തൊട്ട് നിൽക്കുമ്പോൾ ആർക്കും മണ്ണ് വെള്ളമായി ഫീൽ ചെയ്യും. വാ, എന്റെ കൈ പിടിച്ചോ. ഇതെന്താ പരിപാടി? എനിക്കും മണ്ണിൽ നീന്തണം. അതാരാ? ഞാൻ അങ്ങോട്ട് വരാം. കൈ പിടിച്ച് ചാടിക്കോ. കുപ്പി കയ്യിന്ന് പോയി. കുപ്പിയൊക്കെ കളഞ്ഞിട്ട് വാ മുമ്മേ. കളയാനോ? നീ ഇത്ര വിവരം കെട്ടവനായി പോയല്ലോ. പോയതേ മായാവിയ, അറിയാമോ? മരമുണ്ട്. ആഹാ, എന്നാ പിന്നെ തനിയെ നീന്തിക്കോ. പോയോ? അയ്യോ, അനങ്ങാൻ പറ്റുന്നില്ല. വിക്രമനാണല്ലോ ഫോണിൽ. മുത്തു, വേഗം വാ, ഒരു കോളത്തു. ഒരു ഇടിവീരൻ റോബോട്ടിനെ കിട്ടി. ലൊട്ടിലൊടുക്കിന്റെ കണ്ടുപിടുത്തമോ? വൈകാതെ. ഇതാണല്ലേ ഇടിവീരൻ? ചുമ്മാ ഇടി മാത്രമല്ല മുത്തു, കറൻസി നോട്ട് ഇരിക്കുന്ന സ്ഥലം ഇടിച്ചു തകർക്കും. എന്നിട്ട് നോട്ടെടുത്ത് കയ്യിൽ തരും. അയ്യടാ, ബാങ്കിലെ സേഫും പൊളിക്കുമോ? പൊളിക്കും. 10 മീറ്റർ ചുറ്റളവിൽ എത്തണമെന്ന് മാത്രം. അയ്യടാ, എങ്കിൽ നേരെ ബാങ്കിലേക്ക് വിട്ടാലോ? ബാങ്കിൽ അവനെ എപ്പോ കൊണ്ടുപോകുന്നത് റിസ്കാ. ആളുകൾ കൂടുതലുള്ള സമയമല്ലേ. ഞാനൊരു വീട് കണ്ടുവച്ചിട്ടുണ്ട്. അതിന്റെ ഓണർ യാത്രയിലോ. ഇവനെയും കൊണ്ട് നമുക്ക് അവിടെ ചെല്ലാം. വീടിന് മുന്നിൽ ചെന്നാൽ ഇവൻ വാതിലിടിച്ചു പൊളിക്കും. അകത്തിരിക്കുന്ന അലമാര ഇടിച്ചു പൊളിക്കും. ട്രാക്ക്. എന്നിട്ട് പണമെടുത്ത് നമ്മുടെ കയ്യിൽ തരും. അലമാര പൊളിക്കും, പക്ഷെ വീടിന്റെ വാതിൽ ഇവൻ പൊളിക്കുമോ? പൊളിക്കും. 10 മീറ്ററിനുള്ളിൽ കറൻസി നോട്ട് ഉണ്ടെങ്കിൽ ഇവൻ പൊളിച്ച് അവിടെ എത്തും. വീട് എവിടെയാ? ഇവിടെ അടുത്തോ. പുതിയ യന്ത്രം കിട്ടിയല്ലോ. ഒരു സൂത്രമുണ്ട്. ഈ നോട്ട് വിക്രമിന്റെ പോക്കറ്റിൽ ഇരിക്കട്ടെ. അടുത്ത നിമിഷം ബീപ് ബീപ് ബീപ്. റോബോട്ട് അടുത്ത് എവിടെ ഒരു നോട്ട് സെൻസ് ചെയ്തിട്ടുണ്ട്. അയ്യോ, ഡിഷും പൊളിഞ്ഞു. റോബോട്ട് പൊളിഞ്ഞു. എന്റെ മുതുകും പൊളിഞ്ഞ്.